ഇപ്പൊ ഗോട്ട് സിനിമയിൽ വില്ലനായിട്ട് വന്ന ആള് അറിയോ അതാരാന്നുള്ളത്? ഒരു വില്ലനായിട്ട് വന്ന ഞാൻ ആദ്യമായിട്ടാണ് ആ മൂവിയിലെ ആളെ അത് കാണുന്നത്. ഞാൻ ആ സിനിമ ഇവിടെ കാണുമ്പോൾ അടുത്തിരിക്കുന്ന കുറച്ച് ഇന്നത്തെ 2K കിഡ്സ് അവർ പറഞ്ഞത് ഏതോ ഒരു തെലുങ്ക് നടനാ തോന്നുന്നു എന്ന രീതിയിലേക്കാണ്. മോഹൻ എന്ന് പറയുന്ന നടന ഒരു കാലത്ത് അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആണ് 80s തമിഴിലെ. അത് എനിക്കൂടെ മോഹന് സിൽവർ ജൂബിലി മോഹൻ എന്നൊക്കെ, അതായത് എല്ലാ സിനിമയും 175 ദിവസം 200 ദിവസം ഓടുന്ന ആളാണ്. നമ്മളിപ്പോ ഇളയനില എന്ന് പറഞ്ഞ പാട്ടൊക്കെ മോഹന്റെ സിനിമയിലെയാണ്. 80s സ്റ്റാർ ആണ്. അന്ന് കമൽഹാസൻ കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന് നിന്നിരുന്ന സ്റ്റാറാണ്. ആ സ്റ്റാറാണ് ഇതില് വില്ലനായിട്ട് വന്നത്. മനസ്സിലാവില്ല. അതേപോലെ ഈ ഗോട്ട് സിനിമ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചതിന്റെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ഗോട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം, അതിൽ ഒരു ഫ്രെയിമിൽ ആ ഒരു പാട്ട് സീനിൽ ഒരു ഫ്രെയിമിലും അല്ലാത്ത ഫ്രെയിമിലും വിജയ്, പ്രഭുദേവ, പ്രശാന്ത്, പിന്നെ അജ്മൽ ഉണ്ട്. വിജയും പ്രഭുദേവയും പ്രശാന്തും ഒരു 90s 3 സ്റ്റാർസാണ് ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വന്നത്. ഇതേപോലെ ക്ലൈമാക്സിൽ വിജയ്, വില്ലൻ മോഹൻ, ശിവകാർത്തികൻ, അതായത് 80s സൂപ്പർ സ്റ്റാർ, ഇപ്പഴത്തെ സൂപ്പർ സ്റ്റാർ വിജയ്, അപ്കമിങ് സൂപ്പർ സ്റ്റാർ ശിവകാർത്തികൻ, ഇവര് 3 പേരും ഒരു ഫ്രെയിമിൽ. ഇതാണ് അവിടെ ഭയങ്കര സെലിബ്രിറ്റി ചെയ്തത്. അതൊന്നും ഇവിടെ അത്ര പേർക്ക് അറിയില്ല, മനസ്സിലായിട്ടില്ല. ഇവിടെ അങ്ങനെ കയ്യടികൾ വന്നില്ല, പക്ഷെ അവിടെ അതിൽ പല ഡയലോഗുകൾക്കും കയ്യടികൾ വന്നിരുന്നു എന്നുള്ളതാണ്.